റീസെന്റ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ മണി ഹെയ്സ്റ്റിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആണ് ബെർലിൻ. ബെർലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. അത്രമാത്രം ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു കിടിലൻ ക്യാരക്ടറാണ് മണി ഹെയ്സ്റ്റിലെ. സീസൺ 1 സീസൺ 2 കണ്ടവർക്ക് അറിയാം. സോ ആ ഒരു ക്യാരക്ടറിന്റെ സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു സീരീസ് കണ്ടത്. സോ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റ് ആണ്. കാരണം അങ്ങനത്തെ ഒരു കിടിലൻ ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ഇത് കൊളവാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഹൈസ്റ്റിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് മണി സീസൺ 1 മുമ്പാണ്. സോ ആ ഒരു ടൈം ലൈനിലാണ് ഈ സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ബെർലിന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് പാരീസിൽ ഒരു ഹൈസ്റ്റ് പ്ലാൻ ചെയ്യും. അത് വലിയ ബാങ്കോ കാര്യങ്ങളോ ഒന്നും വലിയ ചെറിയ രീതിയിലുള്ള ഒരു ഹൈസ്റ്റ് ആണ്. സോ ആ ഒരു ഹൈസ്റ്റും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസ് സംസാരിക്കുന്നത്. ഒരു 8 എപ്പിസോഡുള്ള ഒരു സീസണാണ്. ഓരോ എപ്പിസോഡും എനിക്ക് 40-45 മിനിറ്റ് ഉണ്ട്. ആദ്യത്തെ 2 എപ്പിസോഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു കാര്യങ്ങളും ഹൈസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് കഥ തീർന്നു. ഹൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മണി ഹെയ്സ്റ്റിൽ കണ്ടുപോലാത്ത പോലെ കിടിലം ഹൈസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈസ്റ്റ് ആണ്. അത്ര എൻഗേജിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പ്ലാനിങ് ആണ് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഹൈസ്റ്റ് ഭയങ്കര നോർമൽ ആയിരുന്നു. ഓക്കെ, ഒരു സ്പിൻ ഓഫ് സീരീസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ മാത്രം എടുത്ത് കാണിക്കുവാണ്. ക്യാരക്ടറിന്റെ ആ ഒരു ടീം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു ബെർലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് അത്ര ഫാൻസോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു മണി സീരീസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന അത്ര ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അത്ര ഒരു കിടലൻ ക്യാരക്ടറായിട്ടാണ്. സോ ആ ഒരു ക്യാരക്ടറിന് ഇങ്ങനത്തെ ഒരു സ്പിൻ ഓഫ് സീരീസിൽ കൊണ്ട് ആകെ കുളവാക്കിയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ആ ഒരു ലെവലിൽ നിന്ന് ക്യാരക്ടറിന് ഒന്നുമില്ലാത്ത രീതിയിലാണ് ഇവിടെ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. സോ ഓക്കെ, ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആയതുകൊണ്ട് ചെറുതായിട്ട് കാണിച്ചാണെങ്കിലും ആ ഒരു ബെർലിൻ തന്നെ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഹൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലുണ്ട്. അതൊന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ഹൈസ് നടന്നതായിട്ട് പോലും ഫീൽ ആവില്ല. എന്തോ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുന്ന രീതിക്കാണ് ഹൈസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ഹൈസിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഹൈസ് എന്നൊരു എലമെന്റ് കാണിക്കുന്നത് വളരെ ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു എൻ്റയർ സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും എൻഗേജിംഗ് ആയിട്ട് തോന്നി എന്ന് പറയുന്നത് ആകെ 2 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഹൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതും മറ്റൊന്ന് ലാസ്റ്റ് ഒരു ഹൈസിന് ശേഷം പുറത്ത് കിടക്കുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഈ 2 എപ്പിസോഡ് അല്ലാതെ ബാക്കിയെല്ലാം ഭയങ്കര ഡൗൺ ആയിരുന്നു. എൻഗേജിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സ്കിപ്പ് അടിച്ചു പോകുന്നു തോന്നുന്നു. ആ രീതിയിലാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ഹൈസ്റ്റ് പെട്ടെന്ന് തന്നെ തീരും. അത് തീർന്നതിന് ശേഷം പിന്നീട് ഈ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ഇപ്പം ബെർലിൻ്റെ തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബെർലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ആ ഒരു ബെർലിൻ്റെ ക്യാരക്ടർ ടുവേർഡ്സ് ലവ് എങ്ങനെയാണ് അല്ലെങ്കിൽ ടുവേർഡ്സ് പ്രൊഫഷൻ എങ്ങനെയാണ്, ഈ 2 കാര്യങ്ങളും മിക്സപ്പ് ചെയ്ത് പുള്ളിക്കാരെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതാണ് ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ആദ്യമൊക്കെ കുഴപ്പമില്ല, നൈസായിട്ട് തോന്നി. ആ ഒരു ഹൈസിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരന് റിലേഷൻ ഉണ്ടാകുന്നതും അതൊക്കെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇതിനെ തന്നെ ഇങ്ങനെ കാണിച്ച് ഭയങ്കര ക്രിഞ്ചു അല്ലെങ്കിൽ നമ്മളിങ്ങനെ മടിക്ക് ഓക്കെ ഇനി ഇത് കാണണ്ട എന്ന രീതിയിലൊക്കെ ആയിപ്പോകും. ആ ഒരു ബെർലിൻ്റെയും അല്ലെങ്കിൽ ബെർലിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന കാര്യം ആ ഒരു ക്യാരക്ടറിനെ കുറച്ച് ഡീറ്റെയിൽ ആക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് ഭയങ്കര ബോറായിപ്പോയി. ആൻഡ് മണി ഹെയ്സ്റ്റിലോട്ട് വരുമ്പോൾ മണി ഹെയ്സ്റ്റിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ പ്രൊഫസറിൻ്റെ കൂടെ ഒന്ന് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ നമ്മൾ ഇമോഷണലി ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇവിടെ വന്നത് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എത്ര വലുതാണെന്നൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിലോട്ട് വരുമ്പോഴും അതുപോലെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തോ ചുമ്മാ ഒന്ന് ഹൈസ് നടത്തി പോകുന്ന ആ ഒരു ഫീലാണ് ക്യാരക്ടേഴ്സിനൊക്കെ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മണി ഹെയ്സ്റ്റ് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. അല്ലെങ്കിൽ മണി ഹെയ്സ്റ്റിന്റെ 7 അയലത്തത്വത്തിലെ ബെർലിൻ എന്നുള്ള ഒരു സ്പിൻ ഓഫ് സീരീസ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ബെർലിൻ എന്ന ക്യാരക്ടർ മാത്രമായിട്ട് നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ ഭയങ്കര ബോറായിട്ട് തന്നെ ഫീൽ ആവും. സോ എൻ്റയർലി ആ ഒരു സീരീസ് ഒരു എന്താ പറയുക ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ മണി ഹെയ്സ്റ്റിലെ ചില ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു സീരീസിൽ ക്രോസ് ഓവർ ആവുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വലിയ ഗുമ്മൊന്നും തന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോർമലായി പോയൊരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ആൻഡ് ഈ ഒരു സീരീസ് എൻഡ് ചെയ്യുമ്പോൾ നെറ്റ്ഫ്ലിക്സിന് സ്ഥിരം പരിപാടി തന്നെ വെച്ചിട്ടുണ്ട് സീസൺ 2. സീസൺ 1 ചെയ്തതുപോലെയാണ് സീസൺ 2 ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഉള്ള ഫാൻസും കൂടി ഇട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. സോ ബെർലിൻ എന്ന സീരീസ് ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് ഒന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.